ലൈഫ് വിഷൻ ക്രാഫ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ പണ്ട് ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട്, കേവലം 30 വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തൊരു സംഭവം എല്ലാം അറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെ കേരളത്തിൽ അങ്ങ് വടക്കൊരിക്കൽ ബ്യൂട്ടി പാർലറിൽ പോയി പുട്ടിയും അടിച്ച് നല്ല സുന്ദരിയായി ഒരു ക്യാമറമാനെയും കൂട്ടി വിളിക്കാത്ത വിരുന്നിൽ മറ്റൊരു കാലൻ മൗനസമ്മതം കൊടുത്ത് ചേറ് വലിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് അധിക പ്രസംഗം നടത്തി പാവം പിടിച്ച സത്യസന്ധനായ ഒരു ADM നവീൻ ബാബു എന്ന മനുഷ്യനെ കലാപുരിക്ക് അയച്ചു. അത് കൊന്നതോ കെട്ടിത്തൂക്കിയതോ അദ്ദേഹം സ്വയം ഇതെന്ന് അറിയില്ല. കാരണം അത് മറച്ചു വയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുന്ന സത്യം ഇതുവരെയും വെളിച്ചത്തിൽ വന്നില്ല. അത് അവിടെ ഒരു കലാകാരി, മറിച്ച് ഇവിടെ തെക്കിപ്പോൾ ഇവിടെയും ഒരു കലാകാരി, പ്രായമാണെങ്കിലും ഇപ്പോഴും 18 വയസ്സിൻ്റെ പ്രസരിപ്പിന് വേണ്ടി ബുട്ടിയും അടിച്ചിട്ട് വന്ന് ഓരോ പ്രസ്താവന ഇറക്കും. ഞാൻ പേരൊന്നും കാര്യം നാണക്കേട്, ആ പേര് പറഞ്ഞാൽ നമ്മുടെ വാ വരെ പുഴുത്തു പോകും, അത്ര ചീഞ്ഞു നാറിയ ഒരു കഥാപാത്രം. അങ്ങനെ ഒരു സ്ത്രീ ഇവിടെയും, കൂടെ പഠിച്ചവർ, ഒന്നിച്ച് ജോലി ചെയ്തവർ, ഒറ്റ കൊടുക്കുന്ന കുറേ പിശാച് കാലന്മാർ, അവന്മാർ പാവം പിടിച്ചൊരു മനുഷ്യനെ 30 വെള്ളിക്കാശിനില്ല 30 കോടിക്കായിരിക്കാം അങ്ങനെ ഒറ്റുകൊടുത്ത് ആ മനുഷ്യനെ നവീൻ ബാബുവിനെ പോലെ ആക്കാൻ ശ്രമിച്ച് ഇവനൊക്കെ എന്ത് നേടാനാണ്? ഇവനൊക്കെ കിട്ടുന്ന ശിക്ഷ, ഇവൻ്റെയൊക്കെ മുന്നിൽ ഇവൻ്റെ കൊച്ചുമക്കളിരുന്ന് നഗ്ന നൃത്തമാടുന്ന കാഴ്ച കണ്ട് കണ്ണീരിലൂടെ ഇവനൊക്കെ മരിക്കും. നീയൊക്കെ ആരെങ്കിലും നവീൻ ബാബുവിനുണ്ട് എഗസ്റ്റായിട്ട് എന്തെങ്കിലും ശുദ്രപ്രവൃത്തി ചെയ്തിട്ടുള്ള കരുതിക്കോളൂ. നീയൊക്കെ സ്വന്തം നിൻ്റെ അണ്ണാക്കിൽ നീയൊക്കെ വെച്ച സൈനൈഡ് ഗുളിയാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ അകത്തിരിപ്പുണ്ട്. അത് ഏത് സമയത്തും അത് പ്രവർത്തനം തുടങ്ങും. എന്തിനാണോ ഇത്ര വൃത്തികെട്ട്, ഇത്ര മോശമായി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പാവങ്ങളെ സുഖമാക്കാൻ വേണ്ടി സ്വന്തം സൗകര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് നല്ലൊരു സേവനം കാഴ്ചവെച്ച ഒരു ഡോക്ടർ ഹാരിസിനെ കൊല്ലാൻ വേഷം കെട്ടി ഇറക്കുന്ന ആരായിരുന്നാലും ശരി, ഈ വേഷം കെട്ടിയവർ നിൻ്റെയൊക്കെ 10 ജന്മങ്ങൾ നിൻ്റെ കുടുംബത്തിന് ശാപം മാറാതെ അതിങ്ങനെ ഒരു ക്രോണിക് ഡിസീസായി തന്നെ കാണും. നീയൊക്കെ എവരെങ്കിലും നിൻ്റെ പിന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോയി നീയൊക്കെ പ്രാർത്ഥിക്കുക, ചെയ്ത് തെറ്റായിപ്പോയെന്ന് മനസ്സറിഞ്ഞ് നീയൊക്കൊന്നും പുറത്തു പറയണ്ട. ഇത്ര മോശമായ വൃത്തികേടിന് കൂട്ടുനിന്ന പിശാചുക്കൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഉണ്ടോയെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ കേരള ജനത മാത്രമല്ല ലോകത്ത് മൊത്തമുള്ള മലയാളീസ് തലതാക്കേണ്ടി വരുന്നു. ഇത്രയും വൃത്തികെട്ട ജന്മങ്ങളുടെ ഒരു കേന്ദ്രമായി മെഡിക്കൽ കോളേജ് മാറിപ്പോയില്ല. കാരണം അവനെയൊക്കെ ഭരിക്കുന്നത് ചേർന്ന് കൊല്ലും കൊലയും പച്ചയ്ക്ക് വെട്ടിക്കൊന്നും ഒക്കെ കാണിച്ച ഉള്ള നഗ്ന നൃത്തമാടിയതൊക്കെ ആയിരിക്കാം. ഇതിൻ്റെയൊക്കെ ഇതനുസരിച്ച് അവരുടെയൊക്കെ ഇംഗത്വം അനുസരിച്ച് പറയുന്ന അതുപോലെ മൂളി പാവം പിടിച്ച മനുഷ്യനെ തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടി നീയൊക്കെ കാട്ടിക്കൂട്ടിയ ഈ കോലാഹലങ്ങൾ, ഇതിന് ദൈവവും മനുഷ്യനും മാപ്പ് തരിയില്ല. നിൻ്റെയൊക്കെ അന്ത്യനാളുകളിലായിരിക്കും നീയൊക്കെ അനുഭവിക്കുന്നത്. ഇവിടെ സൈനൈഡൊന്ന് ഗുളിക വാങ്ങി നിൻ്റെ അണ്ണാക്കിലിട്ട് തരണ്ട. നീയൊക്കെ എന്ന് ദോഷമായൊരു പാവം പിടിച്ച മനുഷ്യൻ ആരുമായിക്കോട്ടെ, അവരെ ഉപദ്രവിക്കാൻ എവൻ വിചാരിച്ചാലും അവൻ്റെ അന്ത്യം 10 ജന്മം വരെ മക്കളുടെ മക്കൾ വരെ അനുഭവിച്ച് മരിക്കും. അതായിരിക്കും നീയൊക്കെ കൈപ്പറ്റുന്ന പാരിതോഷികം നിൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നത് അവരെ നീയൊക്കെ വഞ്ചിക്കുന്നതാണെന്ന് കരുതിക്കോളൂ. നാണം കെട്ട് ഏർപ്പാടാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇതിപ്പോൾ പ്രായോഗികമായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നു. പാവം പിടിച്ച മനുഷ്യരെ ക്രൂശിലേറ്റാൻ നടക്കുന്ന കുറേ കാപാലികമാരും കാപാലികകളും. ഇത് കേരളത്തിൻ്റെ ശാപമാണ്.
ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശവമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രകൃതി ദുരന്തങ്ങളും മറ്റും വിട്ടുമാറാൻ നിൽക്കുക. എന്നാൽ ഈ പ്രകൃതി ദുരന്തങ്ങളെ വെച്ച് മുതലെടുത്ത് അതും പാവപ്പെട്ടവൻ്റെ ആടുവിട്ട കാശ് വരെ ഒരു ഉമ്മ കൊടുത്ത കാശ് വരെ അടിച്ചു മാറ്റി വൃത്തികേട് കാണിക്കുന്ന ഏത് പോക്കൃത്തരവും കാണിച്ച് ഏത് വക്കീലിനെ എടുത്ത് സുപ്രീം കോടതിയിൽ വാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നേതൃത്വം ആണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനിയെങ്കിലും നീയൊക്കെ ഇത് നിർത്തുക. നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെയൊക്കെ കൊച്ചുമക്കൾക്ക് വേണ്ടി, നിൻ്റെ സമൂഹത്തിന് വേണ്ടി ഒന്നുകൂടെ പറയുന്നു, ഇതൊക്കെ നീയൊക്കെ നിർത്തി ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. ദൈവം ഒരുപക്ഷെ നീയൊക്കെ ചെയ്ത കൊടും ക്രൂരതയ്ക്കൊരു മാപ്പ് തന്നേക്കും. ഇനിയും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്താതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഞാൻ പേര് പറയുന്നില്ല, പറയാതെ തന്നെ ഇത് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. നീയൊക്കെ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയില്ല. എത്ര പുട്ടിയടിച്ച് മുഖത്ത് മുഖഭാഗം മാറ്റി എന്ത് കളി കളിക്കാനുമുള്ള ഓരോരോ വേഷവിധാനങ്ങളുമായി പബ്ലിക്കിൽ ഇറങ്ങി വന്നാൽ ആരുമില്ല. നിൻ്റെയൊക്കെ ഒറിജിനൽ മുഖമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തുക. പാവപ്പെട്ടവരെ ക്രൂശിക്കാതിരിക്കുക. നിൻ്റെ കുടുംബത്തിനോർത്ത്, നിൻ്റെ പരിവാരങ്ങളെ ഓർത്ത് ഇതൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക, നിർത്തുക. വളരെ മോശമായ കാര്യങ്ങൾ നിന്നെയൊക്കെ കുറിച്ച് ഒരു നല്ലൊരു കാര്യം പറയാൻ ഒന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കുകയാണല്ലോ. പിന്നെ കുറേ വിവരദോഷികൾ ആ മെഡിക്കൽ കോളേജിലുണ്ട്. ഇവനൊക്കെല്ലാം അടിച്ച് പുറത്താക്കി അവിടെ ചാണകം തളിച്ച് ശുദ്ധീകരണം ചെയ്ത് ഏതെങ്കിലും നല്ല ഹോമം വരുത്തിയെങ്കിൽ മാത്രമേ ആ മെഡിക്കൽ കോളേജ് നേരെയാകത്തുള്ളൂ. പിന്നെ കുറേ അലപരാധികൾ അവിടെ ഉണ്ട്. കുറേ യൂദാസന്മാരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ആ കേന്ദ്രത്തെ ശുദ്ധീകരണം ചെയ്യാൻ ഇപ്പോൾ ഉള്ള ഭരണത്തിനൊന്നുമല്ല. കാരണം അവരുടെ നേതൃത്വത്തിലാണല്ലോ ഇതൊക്കെ. അവരുടെ അറിവില്ലായ്മ ഇവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, ഈ കാലന്മാരോട് കഴിയുന്നതും ആ ഏരിയ ഒന്ന് കാര്യമാക്കുക. ഏതെങ്കിലും എവിടെയെങ്കിലും എന്താ പറയുക, പുണ്യ കേന്ദ്രങ്ങളിൽ പോയി അവിടെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. നീയൊക്കെ ഈ വെള്ളിക്കാശും ഒറ്റുകൊടുത്ത യൂദാസ് ഒറ്റുകൊടുത്ത നീയൊക്കെ ഈ പാമ്പിടിഞ്ഞ മനുഷ്യൻ ഉറ്റുകൊടുത്തിട്ടൊക്കെ നിനക്ക് എന്തൊക്കെയാണ് നേടാൻ? നീക്കൊന്നും നേടത്തില്ല. നീയൊക്കെ തകർന്ന് തരിപ്പണ. നീ മാത്രമല്ല, നിൻ്റെ കുടുംബത്തിൻ്റെ 10 ജന്മം വരെ ഈ ശാപം അനുഭവിച്ചുകൊണ്ടിരിക്കും. തീർച്ച. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.